Hello friends, welcome to SAP Malayalam. നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് അക്കൗണ്ട്സ് പേബിളിൻ്റെ പാർട്ട് 3 സെക്ഷനാണ്. അപ്പോൾ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. ഒരു മാസത്തോളമായിട്ട് നമ്മൾ ഈ ചാനലിൽ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല, ചില കാരണങ്ങൾ കാരണം. അതിന് ഞാൻ സോറി പറയുന്നു. ഈ ഒരു വീഡിയോ കാണുന്നതിന് തൊട്ട് മുമ്പ് ഇതിന് തൊട്ട് മുമ്പിലത്തെ പോർഷൻസോടെ ഒന്ന് കാണണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. കാരണം ആ ഒരു കണ്ടിന്യൂറ്റി കിട്ടിയാലേ ഈ ഒരു തുടർന്നുള്ള ഭാഗങ്ങൾ നിങ്ങൾക്കിനി മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഞാൻ എല്ലാവരോടും പറയുകയാണ്, ഈ വീഡിയോ കാണുന്നതിന് തൊട്ട് മുമ്പ് കഴിഞ്ഞ പോർഷൻസിനകത്തിലെ നമ്മുടെ പർച്ചേസും കാര്യങ്ങളും എല്ലാം വെൻഡർ ഇൻവോയ്സ് ചെയ്ത ആ ഒരു വീഡിയോ ഇതിന് തൊട്ട് മുമ്പിൽ ഉള്ള വീഡിയോ കണ്ടിരിക്കണം, പാർട്ട് 2 കണ്ടിരിക്കണം. അതിനുശേഷം ഈ ഒരു വീഡിയോ കണ്ടാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻഡർ പേയ്മെൻ്റ് ആണ് നടത്താൻ പോകുന്നത്. വെൻഡർ പേയ്മെൻറ്റ് ഫുൾ പേയ്മെൻറ്റും ഉണ്ട്, പാർഷ്യൽ പേയ്മെൻറ്റും ഉണ്ട്. ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോ സെഷനിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം പോസ്റ്റ് ഔട്ട് ഗോയിങ് പേയ്മെൻ്റ് എന്നാണ് നമ്മൾ ആ ഒരു പ്രോസസ്സിന് പറയുന്നത്. വെൻഡറിൻ്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തതിന് ശേഷം നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുകയാണ്. ആ ഒരു വെൻഡറിൻ്റെ ബിൽ എമൗണ്ട്, അയാൾ തന്നിരിക്കുന്ന ഇൻവോയ്സ് എമൗണ്ട് സെറ്റിൽ ചെയ്യുന്ന പ്രോസസ്സാണ് പോസ്റ്റ് ഔട്ട് ഗോയിങ് പേയ്മെൻ്റ് എന്ന് പറയുന്നത്. അത് ചെയ്യുന്ന ടി കോഡ് F-53 ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ സോഫ്റ്റ്വെയറിലോട്ട് കയറാം. അതിൻ്റെ കോഡ് F-53 എന്നാണ്. അപ്പോൾ ഈ ഒരു കോഡ് എടുക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് പഴയ പർച്ചേസ് ബില്ലൊക്കെ ഒന്ന് കാണാം. അതിനായിട്ടൊരു കോഡുണ്ട്. വെൻഡർ ലൈൻ ഐറ്റം FBL1N നമ്മൾ അന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡുവൽ സ്ക്രീനിലും സിംഗിൾ സ്ക്രീനിലും ഞാൻ അന്ന് പർച്ചേസ് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം അവരുടെ ലൈൻ ഐറ്റം, അവർ ഡിസ്പ്ലേ നമ്മളെടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു, വെൻഡറിൻ്റെ ബാലൻസ് ഡിസ്പ്ലേ. അപ്പോൾ നമുക്ക് ആ ഡിസ്പ്ലേ നമ്മളെടുത്ത് നോക്കിയിട്ട് അന്ന് എത്ര രൂപയ്ക്കായിരുന്നു പർച്ചേസ് ചെയ്തിരിക്കുന്നതെന്നൊക്കെ നോക്കാം. ഇപ്പം FBL1N എന്നാണ് ആ കോഡ്. അവിടെ കമ്പനി കോഡ് കൊടുത്തു RP01. ദെൻ ഓൾ ഐറ്റം ടിക്ക് ചെയ്തു. ഓപ്പൺ ഐറ്റം ടിക്ക് ചെയ്താലും മതി, ഓൾ ഐറ്റം ടിക്ക് ചെയ്തു. ഇപ്പം ബ്ലൂ ഡയമണ്ട് പ്രൈവറ്റ് ലിമിറ്റഡിന് നമ്മൾ 2,50,000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം മൂൺലൈറ്റിൽ നിന്ന് നമ്മൾ ചെയ്തേക്കുന്നത് 3 lakhനാണ്. അന്ന് ഞാൻ പറഞ്ഞേക്കുന്ന എല്ലാം ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതായത് ഈ ഡോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് കോമയെന്നാണ്, ഈ കോമയെന്ന് ഉദ്ദേശിക്കുന്നത് ഡോട്ടെന്നുമാണ്. അപ്പോൾ ജർമ്മനിയുടെ അവരുടെ ഒരു സിസ്റ്റം ആയിരിക്കാം ഇങ്ങനെ ഇങ്ങനെ തിരിച്ചെഴുതുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ഡോട്ട് കാണുമ്പോൾ കോമയാണെന്ന് വിചാരിക്കണം, അസ്യൂം ചെയ്തോണം. ഓക്കെ, മൂൺലൈറ്റിൻ്റെ കയ്യിൽ നിന്ന് 3 lakhs, SK എക്സ്പോർട്ടേഴ്സിന് 4 lakhs കൊടുക്കാനുണ്ട്. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് സെറ്റിൽ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം ബ്ലൂ ഡയമണ്ട് ഒരു പേയ്മെൻറ്റ് നമുക്ക് സെറ്റിൽ ചെയ്യാം. അപ്പം ബ്ലൂ ഡയമണ്ട് പ്രൈവറ്റ് ലിമിറ്റഡ് 2,50,000 പേയ്മെൻറ്റ്. അപ്പം പോസ്റ്റ് ഔട്ട് ഗോയിങ് പേയ്മെൻറ്റിൻ്റെ കോഡ് അറിയാമല്ലോ, F-53 എന്നാണ്. F-53 എൻ്റെ ചെയ്യുക. അപ്പോൾ അവിടെ ഡോക്യുമെൻ്റ് ഡേറ്റ് എന്നാണ് പേയ്മെൻറ്റ് നടത്തുന്ന ഡേറ്റ്, ആ ഡേറ്റ് കൊടുക്കുക. അതിനുശേഷം ബാങ്ക് അക്കൗണ്ട്, നമ്മൾ പേയ്മെൻറ്റ് നടത്തുന്ന ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണ്. ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ക്യാഷ് അറ്റ് ബാങ്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ബാങ്കിൻ്റെ അക്കൗണ്ട് നെയിമാണ്. ഇപ്പോൾ നമ്മുടെ കമ്പനിയിൽ ഒരുപാട് ബാങ്ക് അക്കൗണ്ടുകളുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ക്യാഷ് അറ്റ് ബാങ്ക് എന്നല്ല ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി ആയതുകൊണ്ടാണ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെയല്ല ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ SBIയുടെ അക്കൗണ്ട് ആണെങ്കിൽ SBI അക്കൗണ്ടെന്ന് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ICICI ആണെങ്കിൽ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം. എന്തായാലും ഒരു കമ്പനിക്ക് കുറേ ഓപ്പറേറ്റിംഗ് അക്കൗണ്ട്സും അവരുടെ സേവിങ്സിനും അങ്ങനെ കുറേ അക്കൗണ്ട്സുകളൊക്കെ കാണും. അപ്പോൾ അതാത് പേരിൽ തന്നെ ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇനി അയാൾക്ക് കൊടുക്കാനുള്ള, ആ വെൻഡറിന് കൊടുക്കാനുള്ള ബില്ല്, കൊടുക്കാനുള്ള പേയ്മെൻറ്റ് തുക എന്ന് പറഞ്ഞാൽ 2,50,000 അപ്പോൾ നമുക്കത് കൊടുക്കാം. 2,50,000. അത് കഴിഞ്ഞിട്ട് ബിസിനസ് ഏരിയ, അതിനുശേഷം ടെക്സ്റ്റ് outgoing payments to
ബ്ലൂ ഡയമണ്ട്. ഓക്കെ, ഇത്രയും കൊടുത്തതിന് ശേഷം ഇത് വെൻഡർ അക്കൗണ്ടാണ്. നമ്മൾ ആ കറക്റ്റ് വെൻഡറിനെ സെലക്ട് ചെയ്യുക. ബ്ലൂ ഡയമണ്ട് പ്രൈവറ്റ് ലിമിറ്റഡ് സെലക്ട് ചെയ്തതിന് ശേഷം പ്രോസസ് ഓപ്പൺ ഐറ്റംസ് അല്ലെങ്കിൽ ജസ്റ്റ് എൻ്റർ ചെയ്താലും മതി. ഓക്കെ, ഈ ഒരു സ്ക്രീനിലോട്ട് വരും. അപ്പോൾ ബില്ലിൻ്റെ എമൗണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ എമൗണ്ട് 2,50,000 രൂപയായിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മൾ കൊടുത്ത എമൗണ്ടും 2,50,000 ആണ്. മീൻസ് നമ്മളിനി ഒന്നും കൊടുക്കാനില്ല. അതാണ് ഇവിടെ നോട്ട് അസൈൻഡ് 0. നോട്ട് അസൈൻഡ് മീൻസ് ഇനി ഒന്നും കൊടുക്കാനില്ല. ഫുൾ സെറ്റിൽമെൻ്റ് ആണത്. 2,50,000 രൂപയുടെ ഇൻവോയ്സ് നമ്മൾ അതേ എമൗണ്ട് തന്നെ നമ്മൾ കൊടുത്ത് സെറ്റിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. നോട്ട് അസൈൻഡ് 0 ആണെങ്കിൽ മാത്രമേ നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ ഒരു രൂപ കാണിച്ചാൽ പോലും നമുക്കത് പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, നോട്ട് അസൈൻഡ് 0 ആയാൽ മാത്രമേ പോസ്റ്റിംഗ് നടക്കുകയുള്ളൂ. അപ്പോൾ നോട്ട് അസൈൻഡ് 0 ആണെങ്കിൽ നമുക്ക് സേവ് ചെയ്യാം, പോസ്റ്റ് ചെയ്യാം. ഓക്കെ, പോസ്റ്റ് കൊടുക്കുക. ഡോക്യുമെൻറ്റ് 301 വാസ് പോസ്റ്റഡ് ഇൻ കമ്പനി കോഡ് RP01. അപ്പം അതിനകത്ത് നമുക്കൊരു ഡിസ്പ്ലേ എടുത്ത് കാണാനായിട്ട് ഡോക്യുമെൻറ്റ്സിനകത്ത് ഡിസ്പ്ലേ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പോസ്റ്റിംഗ് കീസ് നമുക്ക് കാണാൻ പറ്റും. ക്രെഡിറ്റ് ആണിത്. ഇത് പേയ്മെൻ്റ് ആണ്, വെൻഡർ പേയ്മെൻ്റ് ആണ് 25. നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഔട്ട് ഗോയിങ് പേയ്മെൻ്റ് ആണ് 25 എന്നുള്ള ഔട്ട് ഗോയിങ് പേയ്മെൻറ്റും 50 എന്നുള്ളത് ക്രെഡിറ്റ് എൻട്രീസും ആണ്. ഓക്കെ, ഇനി നമുക്ക് ആ റെസിപ്റ്റ് ഒന്നുകൂടെ പോയി നോക്കാം ആ സെറ്റിൽ ആയിട്ടുണ്ടോയെന്ന്. അപ്പോൾ ഞാനൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എപ്പോൾ എമൗണ്ട് സെറ്റിൽ ചെയ്തു അല്ലെങ്കിൽ ഒരു വെൻഡറിൻ്റെ ബാലൻസ് സെറ്റിൽ ചെയ്യുന്നു അപ്പോഴത് ഗ്രീൻ സിമ്പിൾ ആവും. ഇതിപ്പോൾ അപ്ഡേറ്റ് ആവാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റീഫ്രഷ് ചെയ്യാത്തതുകൊണ്ടാണ്. ഒന്നിൽ ഈ ഒരു സ്ക്രീനിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ട് കയറിയിട്ട് വീണ്ടും കയറുക, അല്ലെങ്കിൽ ലിസ്റ്റ് ഉണ്ട് ഇവിടെ, റീഫ്രഷ് കൊടുക്കുക. കണ്ടോ, ഗ്രീൻ സിമ്പിളായി. മീൻസ് ഇനി ഒന്നും കൊടുക്കാനില്ല. കണ്ടോ, ഇവിടെ ബാലൻസ് 0 ആണ്. അയാളുടെ കയ്യിൽ നിന്ന് KR എന്ന് പറഞ്ഞ പർച്ചേസ് ആണ്. പർച്ചേസ് മീൻസ് അവരുടെ ഇൻവോയ്സ് ആണ്. പർച്ചേസ് ഇൻവോയ്സ് അല്ലെങ്കിൽ വെൻഡർ ഇൻവോയ്സ് ആണ്. പേയ്മെൻറ്റ്, വെൻഡർ പേയ്മെൻറ്റ് എന്ന് വെച്ചാൽ KZ ആണ്. ഡോക്യുമെൻറ്റ് ടൈപ്സ് പഠിക്കുമ്പോൾ ഞാനെല്ലാം പറഞ്ഞു തന്നായിരുന്നു. അപ്പോൾ ഇതെപ്പോഴും പഠിച്ചിരിക്കുക. KZ, KR ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്യുമെൻറ്റ് ടൈപ്പാണ്. എന്ത് ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷനാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഈ ഒരു ഡോക്യുമെൻറ്റ് കോഡ് പഠിക്കുന്നത് എളുപ്പമായേക്കും. ഇവിടെ KR എന്നുള്ളത് പർച്ചേസ് മാത്രമേ നടന്നിട്ടുള്ളൂ. മൂൺലൈറ്റിന് കണ്ടോ. അപ്പോൾ ഒരെണ്ണം ഞാൻ കാണിച്ചു തരാം. F-53 ആർക്കാണ് ഇനി അടുത്ത വെൻഡർ ഉള്ളതെന്ന് ഇപ്പോൾ ഓപ്പൺ ഐറ്റംസ് എടുത്ത് നോക്കാം. ഇങ്ങനെ ഇപ്പം പേയ്മെൻറ്റ് സെറ്റിൽ ചെയ്യാനുള്ളവരുടെ കാണിക്കത്തുള്ളൂ. ക്ലിയർ ഐറ്റംസിനകത്തിൽ മൂൺലൈറ്റ് കാണിക്കുകയും ചെയ്യും. കണ്ടോ, ബ്ലൂ ഡയമണ്ട് കാണിക്കുകയും ചെയ്യും. ഇനിയിപ്പോൾ ഓപ്പൺ ഐറ്റംസിനകത്തിലുള്ളത് മൂൺലൈറ്റ് ആണ്. ഓക്കെ, നമ്മളെപ്പോഴും ഓൾ ഐറ്റംസ് എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് 2 ബില്ലൂടെ കമ്പൈൻ ചെയ്ത് കാണിക്കും. അപ്പം മൂൺലൈറ്റിൻ്റെ 3 lakhs നമുക്ക് സെറ്റിൽ ചെയ്യുന്നുണ്ടോ എന്നൂടെ നോക്കാം. 27 ഡേറ്റ് കൊടുത്തു, ബാങ്ക് അക്കൗണ്ട് കൊടുത്തു. വളരെ എളുപ്പമാണിത്. ക്യാഷ് അറ്റ് ബാങ്ക് കൊടുക്കാനുള്ള എമൗണ്ട് 3 lakhs. ഓക്കെ, 3 lakhs തന്നെയാണ്. ബിസിനസ് ഏരിയ KL02 കൊടുക്കുക. ഇനി നമ്മുടെ വെൻഡർ അക്കൗണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് വെൻഡറാണ്. ആ പർട്ടിക്കുലർ വെൻഡറിനെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. മൂൺലൈറ്റ് ഗ്രൂപ്പാണ്. അതിനുശേഷം പ്രോസസ് ഓപ്പൺ ഐറ്റംസ് കൊടുക്കുക. ഇവിടെ ഇൻവോയ്സ് 3 lakhs ആയിരുന്നു. നമ്മൾ അതേ എമൗണ്ട് തന്നെ കൊടുക്കുന്നു, സെറ്റിൽ ചെയ്യുന്നു, പോസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വരും, അതായത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ എപ്പോഴും ഫുൾ സെറ്റിൽമെൻ്റ് ആയിട്ട് ചെയ്യണം എന്നില്ലല്ലോ. ഇപ്പോൾ നമുക്ക് 3 lakhsൻ്റെ ഒരു ബില്ലിന് 2 lakhs കൊടുത്ത് സെറ്റിൽ ചെയ്യാൻ പറ്റില്ലേ എന്നൊരു ഡൗട്ട് തോന്നും. അത് നമ്മൾ അടുത്ത മോഡ്യൂളായിട്ട് ഇപ്പോൾ പഠിക്കാൻ പോവുകയാണ്. ഇതിൻ്റെ ഡിസ്പ്ലേ എടുക്കുന്നത് ഡിസ്പ്ലേ ഡോക്യുമെൻറ്റ്സിനകത്ത് ഡിസ്പ്ലേ എടുക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ പോസ്റ്റിംഗ് കീസും കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. ജേണൽ എൻട്രി എങ്ങനെയാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. ഡെബിറ്റും ക്രെഡിറ്റും ബാലൻസ് ആണിത്. ജേണൽ എൻട്രി ഡിസ്പ്ലേ ആണിത്. നമുക്ക് നമ്മുടെ ലൈൻ ഐറ്റത്തിനകത്ത് പോയി കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഇവിടുന്ന് ലിസ്റ്റ് എടുത്ത് റീഫ്രഷ് ചെയ്യുകയും ചെയ്യാം. പിന്നെ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന്
ഒരു ഒന്ന് റീഫ്രഷ് ചെയ്തിട്ട് ഒന്നുകൊണ്ടൊന്നും കയറിയാലും മതി. അതായത് മീൻസ് ഒരു സ്റ്റെപ്പ് ഒന്ന് ബാക്കിലോട്ട് വന്നിട്ട് വീണ്ടും അതിനതിൽ കയറിയാലും മതി. അപ്പോൾ അത് അപ്ഡേറ്റ് ആയിട്ടുള്ളത് അവിടെ കാണിക്കും മുകളിലായിട്ട്. അല്ലെങ്കിൽ ലിസ്റ്റ് എടുത്ത് റീഫ്രഷ് കൊടുക്കുക. ഓക്കെ, ഇനി ഒരാളുടെ ഉള്ളു സെറ്റിൽ ചെയ്യാനായിട്ട് SK എക്സ്പോർട്ടേഴ്സ്. അത് നമ്മൾ പാർഷ്യലായിട്ട് പേയ്മെൻറ്റ് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. പാർഷ്യൽ പേയ്മെൻ്റ് ആയിട്ട് ചെയ്ത് കാണിക്കാം. അതായത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ 3 lakhs അല്ലെങ്കിൽ 2 lakhs ഉള്ളൂ. അപ്പോൾ 4 lakhs ബില്ലാണ് കിടക്കുന്നത്. 2 lakhs തൽക്കാലം കൊടുത്തിട്ട് ബാക്കി പിന്നീട് ഒരു ടൈമിൽ തരാമെന്ന് നമ്മൾ ഓഫർ ചെയ്യുന്നു, അവരോട് പ്രോമിസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അത് ഇതുപോലെ തന്നെയാണ്, ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ഡേറ്റ് കൊടുക്കുക, ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്യുക, ക്യാഷ് അറ്റ് ബാങ്ക്, എമൗണ്ട് നമുക്ക് 4 lakhs ആണ് മൊത്തം കൊടുക്കാനുള്ളത്. നമ്മുടെ കയ്യിൽ 2 lakhs ഉള്ളൂ, അത്രയും കൊടുക്കുന്നു. അതിനുശേഷം ബിസിനസ് ഏരിയ കൊടുക്കുന്നു, KL02. ടെക്സ്റ്റ് പാർഷ്യൽ പേയ്മെൻറ്റ് ടു SK. അതിനുശേഷം അക്കൗണ്ടിനകത്തിൽ നമ്മൾ വെൻഡറെ സെലക്ട് ചെയ്യുന്നു. SK ആണ് നമ്മുടെ വെൻഡർ. ദെൻ എൻ്റർ ചെയ്യുന്നു. ശ്രദ്ധിക്കുക ഇനിയുള്ള കാര്യം, ഇപ്പോൾ ടോട്ടൽ ബില്ലെന്ന് പറയുന്നത് 4 lakhs ആയിരുന്നു. ഇപ്പം നമ്മൾ കൊടുത്തത് 2 lakhs ആണ്. മീൻസ് നോട്ട് അസൈൻഡ് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിയിൽ നോട്ട് അസൈൻ പറഞ്ഞുകൊണ്ട് അത് ഒരു എമൗണ്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് മീൻസ് ഇത്രയും പൈസ കൂടെ നമ്മൾക്ക് കൊടുക്കാനുണ്ട്. ഈ ഒരു എമൗണ്ടിൻ്റെ കാര്യം സിസ്റ്റത്തിന് മനസ്സിലായിട്ടില്ല, എന്താണിത് ചെയ്യാത്തത്, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എന്നുള്ളതാണ് സിസ്റ്റം ഇങ്ങനെ നിൽക്കുന്നത്. ഇപ്പോൾ നമ്മളിവിടെ പോസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ എമൗണ്ട് ഈസ് ടു ലാർജ് ഫോർ ക്ലിയറിംഗ് ഒരു എറർ മെസ്സേജ് പോലെ കാണിക്കും. നോട്ടിഫിക്കേഷനാണിത്. അപ്പോൾ ഇത് എത്ര വട്ടം ടിക്ക് ചെയ്താലും ഇത് പോസ്റ്റ് കൊടുത്താലും പോസ്റ്റ് ആവത്തില്ല. കാരണം ഈ ഒരു എമൗണ്ടിൻ്റെ കാര്യത്തിൽ സിസ്റ്റം കൺഫ്യൂസ്ഡ് ആണ്. ഇത് എന്ത് ചെയ്യണം, ഇത് എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം. ഇത് 0 ആയാൽ മാത്രമേ സിസ്റ്റം ഇത് പോസ്റ്റ് ചെയ്യാൻ നമ്മളെ അനുവദിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളിത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് പാർഷ്യൽ പേയ്മെൻ്റ് എന്ന് പറഞ്ഞൊരു രീതിയിലാണ് നമ്മളിതിനെ സെറ്റിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ 4 lakhs എന്നുള്ള ടോട്ടൽ ബില്ലിനെ സിസ്റ്റം ഇത് 2 ബില്ലാക്കി കട്ട് ചെയ്യും. അതായത് 2 lakhs ആക്കും. അത് ആ ഒരു വലിയ ബില്ല് 4 lakhs ഒരു വലിയ ബില്ലിൻ്റെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന തുക വെച്ചിട്ട് അത്രയും സെറ്റിൽ ചെയ്തതിന് ശേഷം ബാക്കിയുള്ള 2 ലക്ഷം രൂപ അടുത്തൊരു ബില്ല് പോലെ അത് മാറ്റിയിടും. മീൻസ് അവിടെ ഒരു 2 lakhs പെൻഡിങ് ആയിട്ട് കിടക്കും, ബില്ല് സെറ്റിൽ ആവില്ല. പക്ഷേ നമ്മുടെ ഡ്യൂ കുറഞ്ഞ് കിട്ടും. 4 lakhs ഡ്യൂവിൻ്റെ സ്ഥാനത്ത് 2 lakhs എന്നുള്ളത് കാണിക്കും, അപ്ഡേറ്റ് ചെയ്ത് കാണിക്കും. ഓക്കെ, പാർഷ്യൽ പേയ്മെൻറ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ 4 lakhs കാണിക്കും, അതാണ് ടോട്ടലായിട്ട് നമുക്ക് കൊടുക്കാനുള്ളത്. 2 lakh എന്നുള്ളത് നമ്മൾ കൊടുത്ത തുകയാണ്. ഇനി കൊടുക്കാനുള്ള തുകയാണ് ഈ നോട്ട് അസൈൻഡിനകത്ത് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു എമൗണ്ടാണ് നമ്മളിനി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതിൻ്റെ കാര്യത്തിലൊരു തീരുമാനം നമ്മൾ ആക്കണം. അത് പാർഷ്യൽ പേയ്മെൻ്റ് എന്ന് പറയുന്നൊരു രീതിയിലാണ് ചെയ്യുന്നത്. പാർഷ്യൽ പേയ്മെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയുമ്പോൾ 2 lakhs ഇപ്പോൾ കൊടുത്ത് സെറ്റിൽ, അതായത് പാർഷ്യലായിട്ട് സെറ്റിൽ ചെയ്യാണ് ചെയ്യുന്നത്. ബാക്കി 2 lakhs പിന്നീട് എപ്പോഴെങ്കിലും തരാമെന്നുള്ളൊരു കണ്ടീഷൻ്റെ പേരിലാണത്. അപ്പോൾ പാർഷ്യൽ പേയ്മെൻറ്റ് ടാബിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു പേയ്മെൻറ്റ് എമൗണ്ട് വന്നിട്ടുണ്ട്. ഇവിടെ കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എൻ്റർ ചെയ്ത എമൗണ്ടാണ് ഈ കൊടുക്കേണ്ടത്. കണ്ടോ, ഈ എമൗണ്ട് ആയിരിക്കണം ഇവിടെ കൊടുക്കേണ്ടത്. ഇവിടെ ഇപ്പോൾ 4 lakhs തന്നെയാണ് കാണിക്കുന്നത്. ഇത് നമ്മൾ ഈ ഒരു എമൗണ്ട് ഒന്ന് കോപ്പി ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അത് മായ്ച്ച് കളഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്യുക. അതും അല്ലെങ്കിൽ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. നമ്മൾ ഈ എൻ്റർ ചെയ്ത എമൗണ്ട് ഇവിടെ ഓട്ടോമാറ്റിക് വന്നോളും. ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണ്. 2 lakhs ആയി. അപ്പോൾ നോട്ട് അസൈൻഡ് 0 വന്നു. 4 lakhs ബില്ലിനെ 2 lakhs ആയിട്ട് കൺവേർട്ട് ചെയ്തു. അടുത്ത് തരാനുള്ളൊരു 2 lakhs അങ്ങനൊരു ബില്ല് അത് ഒരു സെപ്പറേറ്റ് ആയിട്ട് സിസ്റ്റം മാറ്റി വെച്ചിട്ടുണ്ട്. അത് കാണിച്ചു തരാം. എന്നിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നു. ഇവിടെ ഒരു ടെക്സ്റ്റ് കൊടുക്കാനുള്ളതാണ് ഈ ബ്ലൂ ലൈൻ കാണിക്കുന്നത്. ഇവിടെ ജസ്റ്റ് പ്ലസ് കൊടുത്താൽ മതി, അല്ലെങ്കിൽ അവിടെ വേറെ എന്തെങ്കിലും ഡിസ്ക്രിപ്ഷനോ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കാം. ശേഷം പോസ്റ്റ് ചെയ്യാം. ഡോക്യുമെൻറ്റ്സിനകത്ത് ഡിസ്പ്ലേ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ബില്ലൊന്ന് സെറ്റ് നോക്കാം. അത് ലിസ്റ്റ് കൊടുത്ത് റീഫ്രഷ് കൊടുക്കുമ്പോൾ ഈ എമൗണ്ട് ഈ റെഡ് സിമ്പിൾ മാറിയില്ല. പകരം ഇവിടെ 4 lakhs ഈ ബാലൻസിനകത്ത് കൊടുക്കാനുള്ള ഈ എമൗണ്ട് 2 lakhs എന്ന് എഴുതി കാണിക്കും. മീൻസ് നമ്മൾ ഇനി 2 lakhs കൊടുക്കാനുണ്ടെന്ന് ഉള്ള രീതിയിലേക്ക് സിസ്റ്റം നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. 4 lakhs ആയിരുന്നു പർച്ചേസ്. പേയ്മെൻറ്റ് നടത്തിയത് 2 lakhs. അപ്പോൾ ഇനി നമ്മൾ
2 ലക്ഷം കൂടെ കൊടുക്കാനുണ്ട് എന്നുള്ള ഇതാണ് കാണിക്കുന്നത്. അപ്പോൾ പാർഷ്യൽ പേയ്മെൻറ്റ് ഒരു വട്ടം പറഞ്ഞുതരാം. നമുക്ക് ഒരു വെൻഡറോടെ ഉണ്ട്, ആ വെൻഡറിനെ വെച്ച് പർച്ചേസ് ചെയ്തിട്ട് തന്നെ ഒന്നുകൂടെ കാണിക്കാം. കാരണം പർച്ചേസ് ആദ്യം തൊട്ട് ഒരു വെൻഡർ ഇൻവോയ്സ് ചെയ്തിട്ട് അതിനെ പാർഷ്യൽ പേയ്മെൻറ്റ് ചെയ്യുന്നത് കൂടെ കാണിച്ചു തരാം. FB60 അവിടെ നമ്മൾ കമ്പനി കോഡ് RP01, ദെൻ വെൻഡർ ഒരു വെൻഡർ സെലക്ട് ചെയ്യുക. VX എടുത്തു, ഡേറ്റ് ഇന്നത്തെ ഡേറ്റ് കൊടുത്തു, ദെൻ ശേഷം ഒരു എമൗണ്ട് കൊടുത്തു, 60,000 കൊടുത്തു. ഒരു ടെക്സ്റ്റ് കൊടുക്കാം, പർച്ചേസസ് മെറ്റീരിയൽസ് ഫ്രം VX. അതിനുശേഷം GL അക്കൗണ്ട് പർച്ചേസ് അക്കൗണ്ട് സെലക്ട് ചെയ്യുക. ദെൻ ഈ എമൗണ്ട് ഇവിടെ കോപ്പി ചെയ്ത് കിട്ടാൻ വേണ്ടി സ്റ്റാർ ചെയ്യുക. സെയിം കാരണം അറിയില്ല, നമുക്കൊരു ജേണൽ എൻട്രിക്ക് 2 സൈഡ് എമൗണ്ട് പോസ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ട്. ടെക്സ്റ്റ് അതുപോലെ കോപ്പി ചെയ്യാൻ പ്ലസ് ചെയ്യുക. ഈ ടെക്സ്റ്റ് തന്നെ ഇവിടെയും കിട്ടാൻ വേണ്ടി ബിസിനസ് ഏരിയ KL02 ശേഷം പോസ്റ്റ് ചെയ്യാം. ഓക്കെ, പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ ബാലൻസ് ഒന്ന് ചെക്ക് ചെയ്യാം. FPL1N ഓൾ ഐറ്റംസിനകത്ത് VXൻ്റെ ബാലൻസ് നോക്കാം. കണ്ടോ, നമ്മളിപ്പോൾ പർച്ചേസ് ചെയ്ത KR എന്ന് പറഞ്ഞിട്ടുള്ള ഡോക്യുമെൻറ്റ് ടൈപ്പാണ് പർച്ചേസിൻ്റെ. ഡേറ്റ് 60,000 രൂപ ഇപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ള വെൻഡറിന് നമ്മൾ കൊടുക്കാനുണ്ട്. 60,000 രൂപയുടെ പർച്ചേസാണ് നമ്മൾ നടത്തിയിരിക്കുന്നത്. പർച്ചേസ് റോ മെറ്റീരിയൽസ് ഫ്രം VX. ഇത് നമ്മൾ ഒരു 30,000 രൂപ അല്ലെങ്കിൽ ഒരു 40,000 രൂപയുടെ നമ്മുടെ കയ്യിൽ അത്രയേ ഉള്ളൂ. അത് കൊടുത്ത് എങ്ങനെ സെറ്റിൽ ചെയ്യുന്നതെന്ന് നോക്കാം. സെറ്റിൽ ചെയ്യുകയല്ല, പാർഷ്യലായിട്ട് സെറ്റിൽ ചെയ്യുന്നത് നോക്കാം. ഫുൾ സെറ്റിലിംഗ് അല്ല, അതും F-53 എന്ന് പറഞ്ഞ സെയിം കോഡിൽ തന്നെയാണ്. ഡേറ്റ് കൊടുക്കുക, ബാങ്ക് അക്കൗണ്ട് കൊടുക്കുക, ക്യാഷ് അറ്റ് ബാങ്ക്. നമ്മൾ 40 ആണ് കൊടുക്കുന്നത്. ഫുൾ എമൗണ്ട് ഇല്ലാത്ത സമയങ്ങളിൽ നമ്മൾ വെൻഡറോട് സംസാരിച്ചിട്ട് നമ്മൾ 40,000 തരാം എന്ന് പറയുമ്പോൾ ചില വെൻഡേഴ്സ് ഓക്കെ പറയുകയാണെങ്കിൽ ഓക്കെ അത്രയും പേയ്മെൻറ്റ് കൊടുത്തിട്ട് അവരിൽ നിന്നൊരു അവധി വാങ്ങിക്കാം. നമുക്ക് ഒരു 2 വീക്സിനകത്ത് അടുത്ത ബാലൻസ് പൈസ തന്നേക്കാം എന്നുള്ള ഒരു കണ്ടീഷൻ്റെ പേരിൽ. പാർഷ്യൽ പേയ്മെൻറ്റ്സ് ടു VX. ദെൻ VX എന്ന് പറയുന്ന വെൻഡർ അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കണം. ശേഷം എൻ്റർ ചെയ്യുക. അപ്പോൾ ഇവിടെ കാണിക്കും 60,000 രൂപയുടെ ടോട്ടൽ ബില്ലിനകത്തിൽ നമ്മൾ കൊടുത്തത് 40,000 ആണ്. മീൻസ് ഇനി 20,000 രൂപ നമ്മൾ കൊടുക്കാനുണ്ട്. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. പാർഷ്യൽ പേയ്മെൻറ്റ് എടുക്കുക. പേയ്മെൻറ്റ് എമൗണ്ടിൻ്റെ അവിടെ ഒന്നിലത് മായ്ച്ച് കളഞ്ഞിട്ട് 40,000 ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എല്ലാം അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതൊരു 40,000 ആയിട്ട് കൺവേർട്ടായി. മീൻസ് 20,000 രൂപ കൊടുക്കാനുള്ളത് ഡ്യൂ ആയിട്ട് അത് മാറ്റിയിടും. സിസ്റ്റം തന്നെ അത് മാറ്റിയിട്ടേക്കും. അത് നമുക്ക് പിന്നീട് പോയി ചെക്ക് ചെയ്യാം. ജസ്റ്റ് ടെക്സ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുക, പ്ലസ് ചെയ്യുക, പോസ്റ്റ് ചെയ്യുക. ബിസിനസ് ഏരിയ കൊടുക്കാറുണ്ട്, പോസ്റ്റ് ആയിട്ടുണ്ട്. ഡോക്യുമെൻറ്റ്സിനകത്ത് ഡേലാൻഡ് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ ഡിസ്പ്ലേ ചെയ്യാം. ഓക്കെ, ശേഷം നമുക്ക് അതിൻ്റെ ഇൻവോയ്സ് നോക്കാം. ഇൻവോയ്സ് അല്ല, സോറി, ബാലൻസ്. വെൻഡറിൻ്റെ ബാലൻസ് ഇപ്പോൾ എത്ര ഉണ്ടെന്നുള്ളത്. കാരണം ഇത് ഡെയിലി ഒന്നും ചെക്ക് ചെയ്യുന്നതായിരിക്കത്തില്ല, ഇടയ്ക്കിടയ്ക്കായിരിക്കും നമ്മളത് ചെക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് കറക്റ്റ് ബാലൻസ് നമുക്ക് എപ്പോഴും അറിയണമെന്നില്ല. ഒരുപാട് വെൻഡേഴ്സ് ഉള്ളതുകൊണ്ട് നമ്മൾ എപ്പോൾ ചെയ്യുമ്പോഴും ബാലൻസ് എപ്പോഴും ചെക്ക് ചെയ്യണം. VS ഗ്രൂപ്പിന് 60,000 രൂപയായിരുന്നു ടോട്ടൽ. നമ്മൾ 40,000 കൊടുത്തു. ഇനി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പർച്ചേസ് റിട്ടേൺ, അതായത് ക്രെഡിറ്റ് മെമ്മോയെക്കുറിച്ചാണ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പറയാനുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. SAP പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.